നമസ്കാരം. ഇന്ത്യൻ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ആളുകളുടെ വാഹനങ്ങളോടുള്ള ഒരു അഭിരുചിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറുന്നുണ്ട്, അതനുസരിച്ചുള്ള ചേഞ്ചുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ റോഡ് സാഹചര്യത്തിൽ സെഡാൻ കാറുകളോട് ആളുകൾക്ക് അത്ര പ്രിയമല്ല. കാരണം സെഡാൻ കാറുകളിൽ ഒരുപാട് കംഫർട്ട് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സാഹചര്യത്തിൽ സെഡാൻ കാറുകൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. അത് മാത്രമല്ല, വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട്, വയർ ഒടിഞ്ഞിരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ സെഡാൻ കാറുകൾക്കുണ്ട്. സെഡാൻ പ്രോപ്പറായിട്ടുള്ള സെഡാനുണ്ട്, അത് മാത്രമല്ല കോമ്പാക്ട് സെഡാനുണ്ട്. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസം ഏറ്റവും കൂടുതൽ വിറ്റ സെഡാൻ കാറുകളെ കുറിച്ചിട്ടാണ്. 10 വാഹനങ്ങളെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. 10 വാഹനങ്ങൾ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം. കാരണം സുസുക്കിയുടെ സിയാസ് 10ാം സ്ഥാനത്താണ്. ആ ഒരു വാഹനം ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഷോറൂമിലൊക്കെ പോയി ചോദിച്ചാലും അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നാരും പറയില്ല. സ്റ്റോക്കില്ല, അല്ലെങ്കിൽ ഉള്ള സ്റ്റോക്കേ ഉള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് സത്യം. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസം ഏറ്റവും കൂടുതൽ വിറ്റ സെഡാൻ വാഹനങ്ങൾ കുറിച്ചിട്ടാണ്. 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 10ാം സ്ഥാനത്തുള്ള മാരുതി സുസുക്കിയുടെ സിയാസ് ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു വാഹനമാണ്. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തി നമ്മൾ 9ാമത്തെ സ്ഥാനത്തുള്ള ടൊയോട്ടയുടെ ക്യാമറിയിലേക്ക് പോവുകയാണ്. 137 യൂണിറ്റുകളാണ് 2025 സെപ്റ്റംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്റർനാഷണൽ ലെവലിലുള്ള ക്യാമറി ഇപ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം സെഡാനാണ്. 48.50 ലക്ഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്, നിലവിലെ എക്സ് ഷോറൂം പ്രൈസ്, അതായത് പുതിയ GST പ്രകാരമുള്ള എക്സ് ഷോറൂം പ്രൈസ്. ഇനി 8ാമത്തെ സ്ഥാനത്തുള്ള വാഹനം ഹോണ്ടയുടെ സിറ്റിയാണ്. സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പ്രീമിയം സെഡാൻ തന്നെയാണ്. സെഡാൻ എന്നുള്ള പേര് വളരെ കൃത്യമായിട്ട് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഹോണ്ടയുടെ സിറ്റി. 496 യൂണിറ്റാണ് 2025 സെപ്റ്റംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 എഞ്ചിനോട് കൂടിയ ആ ഒരു മോഡലുമുണ്ട്. അത് മാത്രമല്ല സ്ട്രോങ് ഹൈബ്രിഡുമുണ്ട്. 12,48,000 മുതൽ 16,75,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 7ാം സ്ഥാനത്ത് ഹ്യുണ്ടായുടെ വേർണയാണ്. വളരെ മികച്ച ഡിസൈൻ ലാംഗ്വേജോടുകൂടിയാണ് ഈ ഒരു വാഹനം വരുന്നത്. 725 യൂണിറ്റുകളാണ് 2025 സെപ്റ്റംബർ മാസം ഈ ഒരു പ്രീമിയം സെഡാന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1.5 ടർബോയിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലും അവൈലബിൾ ആണ്. പെട്രോളാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. 11,07,000 മുതൽ 17,58,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 6ാം സ്ഥാനത്തുള്ളൊരു വാഹനം കോമ്പാക്ട് സെഡാനാണ്. ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിഗോർ എന്ന് പറയുന്നൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. CNG വാഹനത്തിൽ AMT ഉൾപ്പെടെ വരുന്ന ടിഗോർ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്തരത്തിലൊരു വേരിയൻ്റ് ഓഫർ ചെയ്യുന്ന ഒരേ ഒരു വാഹന നിർമ്മാതാവും ഒരു മോഡലും അത് ടാറ്റയുടെ ടിഗോർ തന്നെയാണ്. 2025 സെപ്റ്റംബർ മാസം 966 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് സ്കോഡയുടെ സ്ലാവിയാണ്. സ്ലാവിയ മികച്ച വാഹനം തന്നെയാണ്, പ്രീമിയം വാഹനമാണ്, നല്ല സ്റ്റൈലിഷാണ്. 2025 സെപ്റ്റംബർ മാസത്തിൽ 1339 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രീമിയം സെഡാൻ തന്നെയാണ്. 10,49,000 മുതൽ 18,35,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 4ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ സെയിം വാഹനത്തിൻ്റെ റീബാഡ്ജ്ഡ് വേർഷൻ ഫോക്സ് വാഗൺ വെർച്ചസ് ആണ്. അപ്പോൾ വെർച്ചസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ടർബോ പെട്രോളിൽ അവൈലബിൾ ആണ്. അത് 1 ലിറ്ററിലും 1.5ലും അവൈലബിൾ ആണ്. ടർബോ പെട്രോളിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 സെപ്റ്റംബർ മാസത്തിൽ 1648 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 4ാം സ്ഥാനത്തുള്ള ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 11,56,000 മുതൽ 19,40,000 വരെയാണ്. 4ാം സ്ഥാനത്തുള്ള ഒരു വാഹനം കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഹോണ്ടയുടെ വാഹനമാണ്, ഹോണ്ട അമേസ് ആണ്. 2610 യൂണിറ്റുകൾ 2025 സെപ്റ്റംബർ മാസത്തിൽ മൊത്തത്തിൽ ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖം മിനുക്കി ഈ ഒരു മോഡൽ വന്നിട്ട് അധികകാലമൊന്നും ആയില്ല. പക്ഷേ ഈ ഒരു വാഹനം കോമ്പറ്റ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ മികച്ച പ്രാക്ടിക്കാലിറ്റി കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളൊരു വാഹനം തന്നെയാണ്. അത് മാരുതി സുസുക്കിയുടെ ഡിസയറാണ്. അപ്പോൾ ഡിസയറുമായിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ എപ്പോഴും
ഹോണ്ടയുടെ അമേസ് ഒരു പടി പുറകോട്ട് നിൽക്കുകയാണ്. ഐവിടെക് എഞ്ചിൻ കാര്യമായിട്ടുള്ള മൈലേജ് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഹോണ്ടയുടെ ഐവിടെക് എഞ്ചിൻ വളരെ റിലയബിൾ ആണ്. 8,14,000 മുതൽ 11,24,000 വരെയാണ് ഈ ഒരു വാഹനത്തിന്റെ നിലവിലെ പുതിയ GST പ്രകാരമുള്ള എക്സ് ഷോറൂം പ്രൈസ്. രണ്ടാമത്തെ സ്ഥാനത്ത് സൈലന്റ് ആയിട്ട് നിന്ന് നല്ല രീതിക്ക് മാർക്കറ്റ് പിടിക്കുന്ന ഒരു കോമ്പാക്ട് സെഡാനാണ് ഹ്യുണ്ടായുടെ ഓറയാണ്. 5,387 യൂണിറ്റുകൾ 2025 സെപ്റ്റംബർ മാസം ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. മികച്ച വാഹനമാണ്. 4 സിലിണ്ടർ എഞ്ചിൻ, ഹ്യുണ്ടായിക്ക് എല്ലാം 4 സിലിണ്ടർ എഞ്ചിനാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനം CNGയിലും അവൈലബിൾ ആണ്. 6,54,000 മുതൽ 9,20,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാഹനം, ഒരു സംശയവും വേണ്ട, അത് മാരുതി സുസുക്കിയുടെ ഡിസൈർ തന്നെയാണ്. കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലെ കിങ് എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ പറയാം. 3 സിലിണ്ടർ എഞ്ചിനാക്കിയിട്ട് പോലും ഒരു രീതിക്കുള്ള ഈ ഒരു വാഹനത്തിൻ്റെ സെയിലിന് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും സെറ്റൽ ആണ്. 1200 cc അല്ലെങ്കിൽ 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ 3 സിലിണ്ടർ എഞ്ചിനാക്കി എന്നുള്ളതാണ്. ഓരോ സിലിണ്ടറും ഉൽപ്പാദിപ്പിക്കുന്നത് മാക്സിമം 400 cc തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സെറ്റൽ എന്ന് പറയുന്ന പുതിയ എഞ്ചിനുമായിട്ട് വരുന്ന ഈ ഒരു വാഹനം കൂടുതൽ ടാക്സി സെഗ്മെൻറ്റിലൊക്കെ നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. CNGയിലും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഈ ഒരു വാഹനം പെട്രോളിലും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഈ CNG വേർഷൻ കൂടുതൽ ടാക്സിയിലേക്ക് പോകുന്നതോടുകൂടി അത് സെയിൽ നമ്പറിന് ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ മാസം ഈ ഒരു വാഹനം വിറ്റത് 20,038 യൂണിറ്റുകളാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9ാം സ്ഥാനത്തുള്ള ക്യാമറി 137 യൂണിറ്റ് മാത്രമാണ് വിറ്റത്. 8ാം സ്ഥാനത്തുള്ള ഹോണ്ട സിറ്റി 496 യൂണിറ്റാണ്. 7ാം സ്ഥാനത്തുള്ള വേർണ 725 യൂണിറ്റാണ്. 6ാം സ്ഥാനത്തുള്ള ടിഗോർ 966 യൂണിറ്റാണ്. 5ാം സ്ഥാനത്തുള്ള സ്കോഡ സ്ലാവിയ 1339 യൂണിറ്റാണ്. 4ാം സ്ഥാനത്തുള്ള ഫോക്സ് വാഗൺ വെർച്ചസ് എന്ന് പറയുന്ന വാഹനം വിറ്റത് 1648 യൂണിറ്റാണ്. പിന്നെ 3ാം സ്ഥാനത്തുള്ളതും 2ാം സ്ഥാനത്തുള്ള വാഹനവും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വിറ്റിട്ട് അല്ലെങ്കിൽ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ വരില്ല എന്നുള്ളതാണ്. 20,038 യൂണിറ്റുകൾ ടോട്ടൽ ഈ ഒരു വാഹനം 2025 സെപ്റ്റംബർ മാസം വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ടാക്സി സെഗ്മെന്റിലേക്ക് ഈ ഒരു വാഹനം ഒരുപാട് പോകുന്നുണ്ട്. നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ് 6,84,000 മുതൽ 10,19,000 വരെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസോടെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.